എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഞാനൊരു പ്രഷർ കുക്കറിനകത്തായിരുന്നു എല്ലാം കൂടി. എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷനിൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് റെഡി ആയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ഇതൊരു വ്ളോഗ് ആകുമോ എന്ന്. ഐ എം ജസ്റ്റ് ഹോപ്പിംഗ് ഐ ക്യാൻ ജസ്റ്റ് മിക്സ് ഓൾ ദി പാർട്സ് ആൻഡ് ഒരു വ്ളോഗ് ആക്കാമെന്ന്. സെയിൻ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു. ഹായ് ഗൈസ്. സോ നമ്മളിപ്പം അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ. എന്നെ അധികം സ്നേഹമില്ലാത്തതുകൊണ്ട് തിരിച്ച് അവിടേക്ക് തന്നെ പോയി. ഇനി ഞങ്ങൾ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല ഗൈസ് ഞാൻ വന്ന കാര്യം. സോ വി ആർ ഹോപ്പിംഗ് ടു സർപ്രൈസ് ദം. ആക്ച്വലി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓൾറെഡി ദ ടൈം ഇസ് 12 ഹിയർ. അപ്പം ഫസ്റ്റ് ശ്രീലക്ഷ്മിനെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കുറച്ചുകൂടി ഈസിയസ്റ്റ് സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ. അതുകൊണ്ട് ശ്രീലക്ഷ്മിനെ സർപ്രൈസ് ചെയ്തിട്ട് വിൽ സി. മേ ബി നാളെ ആയിരിക്കും ബാക്കിയുള്ളവരെ സർപ്രൈസ് ചെയ്യുന്നത്. യാ ഗൈസ്. ഓക്കെ. സോ സെയിൻ എനിക്ക് ഐസ് ലാറ്റെ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ ഫ്ലവറും വാങ്ങി തന്നായിരുന്നു. ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ആ ഫ്ലവർ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഐ ലൈക്ക് ദ എഫേർട്ട് ബട്ട് ഒരുമാതിരി ഫ്ലവർ, ഒരു വൃത്തിയിട്ട് എസ്തെറ്റിക് അല്ലാത്ത ഫ്ലവർ. ഇറ്റ്സ് ഓക്കെ. പേടിച്ചിട്ട് വാങ്ങിയതാണോ? ഫ്ലവറിനെ തൊട്ടാ കൈ വെട്ടും. പേടിച്ചിട്ട് വാങ്ങിയതാ. എന്തായാലും വാങ്ങിയാലോ. യാ. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫൈനലി എത്തി ഗൈസ്. ഇറ്റ് ഫീൽസ് സോ അൺറിയൽ ബിക്കോസ് ഐ നെവർ തോട്ട് ഐ കുഡ് കം ഹിയർ. ബട്ട് യാ, ഐ ഗോട്ട് ലക്കി ബിക്കോസ് അതത്ര ഈസി ആയിരുന്നില്ല ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ടൈമിൽ. ബട്ട് യാ, സോ ഫാർ സോ ഗുഡ്. ഇനി Tell everyone, did you like Dubai? No, I didn't say Dubai. Just landed. റോഡൊന്നും വലിയ ഇഷ്ടമായില്ല. ഐ മീൻ യാ, ഇറ്റ്സ് ഓക്കെ. കോഴിക്കോടിൽ ഈ ഇടവായിട്ട് അത്ര ഇല്ല. ഞാൻ വന്നതിന് ശേഷം ഫുൾ റൊമാൻറ്റിക് സോങ്സ് കേൾക്കുള്ളൂ ഗൈസ്. റേഡിയോ ആണ്. Inappropriate words in my vlog. I don't know. Hi guys. So basically ഞാൻ ശ്രീലക്ഷ്മിനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷെ മിക്കവാറും ഞാനായിരിക്കും സർപ്രൈസ് ആവുക. കാരണം ഇത് എവിടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് യാ, സെയിൻ അവിടെ പാർക്ക് ചെയ്യാൻ പോയതാണ്. പക്ഷേ സെയിൻ എപ്പോൾ വരും, എന്ത് വരും എന്നൊന്നും എനിക്കറിയില്ല. ഐ ഫീൽ സോ നെർവസ് ബിക്കോസ് സി ഐ ഡോണ്ട് നോ ദ സിറ്റി. ഐ എം ജസ്റ്റ് റോമിങ് ഹിയർ. ഐ ഡോണ്ട് നോ. യാ, ലെറ്റ്സ് സീ. ഇതാണ് ഇവൻ പറഞ്ഞ ബിൽഡിംഗ്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് കണ്ടിട്ട്. എന്താ ചെയ്യാ ഗൈസ്? ശ്രീലക്ഷ്മിനെ കണ്ടു. ശ്രീലക്ഷ്മി ഇവിടെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇറ്റ് ഫീൽസ് സോ ഫണ്ണി ഗൈസ്. സർപ്രൈസ്. ഓള് സെന്നെ മീറ്റ് ചെയ്തു. ഇവർ രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് നടക്കുന്നത് എനിക്കറിയില്ല. ബട്ട് യാ, ഇങ്ങോട്ട് സർപ്രൈസ് തന്ന പോലെ അങ്ങോട്ട് സർപ്രൈസ്. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? വിളിക്കണം. കാരണം ഒരാരും ഞാൻ വിളിക്കലേ ഇല്ല. ഇവളാണ് പിന്നെ. What do you feel, Sri? എനിക്ക് വിറയ്ക്കുന്നു, എൻ്റെ നെഞ്ചൊക്കെ ഇടിക്കുന്നു. ഞാനിതിനെ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടുന്ന് വരുമ്പോൾ നിനക്ക് കാണുന്നത്. നീ നെവർ മൈൻഡ് രീതിയിൽ. എനിക്കിപ്പോഴും പ്രോസസ് ആവുന്നില്ല. ഇവിടെ ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇവരോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ സർപ്രൈസ് നമ്പർ 1 സക്സസ്ഫുൾ. ആൻഡ് നമ്മൾ സർപ്രൈസ് നമ്പർ 2ലേക്ക് ഹെഡ് ചെയ്യാണ്. സർപ്രൈസ് കഴിയുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ വിച്ച് ഇസ് ഷെയാൻ സാദിഖ്. ബിക്കോസ് ബാക്കിയുള്ള എല്ലാരും ഇപ്പൊ വിളിച്ചാല് എല്ലാരും അതെ തെറി പറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ സമയത്തിന് എന്റെ വീട്ടിൽ കൊണ്ടാണ്
1:15 അപ്പൊ ഷെയാനെ കൂടി സർപ്രൈസ് കിട്ടുന്ന കളിക്കല്ലേ. നമ്മളിപ്പോ ഷെയ്നി കാണുന്നു. എന്നിട്ട് സർപ്രൈസ് നമ്പർ 2 നമ്മൾ നാളെയാണ് രണ്ടുപേർക്കും കൂടി കൊടുക്കുന്നത്. സോ വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. ഞാൻ വന്നതിനെ പറ്റി നിങ്ങളുടെ ഒക്കെ ഒരു ഹാപ്പിനെസ് ഞാൻ ഭയങ്കര ഇവൻ അത്ര ഹാപ്പി അല്ല. ഞാൻ പ്രോസസ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ എന്താ പറയാ, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഭയങ്കര ഒരു ഇത് തീരെ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത ഭയങ്കര ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, കണ്ടു. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ്. കൊറേ അഭിനയിച്ചു. ഐ മീൻ അല്ല, ഞങ്ങളത് നോർമൽ. അതെ അല്ല ഒരിക്കലല്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചതല്ല. നല്ലതായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ. പിന്നെ ഇവൻ നമ്മളോട് എല്ലാത്തിനും പുച്ഛാണ്. ഐ ഡോണ്ട് മൈൻഡ് ആസ് ലോങ് ആസ് ഹി കോപ്പറേറ്റ്സ്. എന്റെ അക്കോമഡേഷന് താഴെ നിശ്ചിതനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഈ നട്ടപ്പാതിരാക്കി. അതിലൊന്നുമില്ല. ബബിൾ കംസ് എടാ പ്ലീസ് ഒരു എക്സ് ഹായ്. ഈ ശവത്തിനെ കാണാനാണോ എന്നെ രാത്രി വിളിച്ചതാണോ നീ ആലോചിക്കുന്നത്? ആണോ? അല്ല, നിന്റെ അടുത്ത് നീ ഒരു എക്സ്പ്രഷൻ പ്രതീക്ഷിക്കുന്നു. ഹായ് ഷാൻ, സലാമലൈക്കും. സന്തോഷായോ? ഇതൊരു വ്ലോഗാണ്. ഹായ്, പറയാം. സർപ്രൈസ് ആയോ? ഭയങ്കര സർപ്രൈസ് ആയി. അബുദാബിയിൽ ബോംബ് വിടുന്നതിനിടയിൽ ഇവിടെ വരുന്ന ഞാൻ വിചാരിച്ചില്ല. അതാണ് ഞാൻ എന്റെ ലൈഫിൽ മിസൈലുകളും ഡ്രോണുകളും മാത്രമുള്ളായിരുന്നു. ഇപ്പൊ നിശ്ചയം ഇപ്പൊ കളർഫുൾ ആയി. ഐ എം വെരി ഹാപ്പി. ഐ എം ഡിലൈറ്റഡ്. ഇവളും അതാ വിചാരിക്കുന്നേ. രാത്രി 12 മണിക്ക് ഇവൻ എന്തിനാ എന്നെ കാണുന്നത്? All mental peoples get together in one fucking place. ഗൈസ്, സക്സസ്ഫുള്ളി എല്ലാവർക്കും സർപ്രൈസ്, 2 പേർക്ക് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇവന് പിന്നെ സർപ്രൈസ് ആവില്ല, എനിക്ക് ആദ്യം അറിയായിരുന്നു. ബട്ട് ജസ്റ്റ് യുനോ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സ്പ്രഷൻ ആണ് എൻ്റെ ഒരു സാധനം. ഐ ഡോണ്ട് നോ, യു നോ, ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മീ. സമയം ഇപ്പോൾ എത്രയാണെന്ന് നമുക്ക് അറിയാം. സമയം ഗൈസ്, സോ ഫൈനലി നമ്മൾ അത്താഴം കഴിക്കേണ്ട സമയമായി. അതുകൊണ്ട് അത്താഴം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ശ്രീലക്ഷ്മി still with me. Yeah, so we are going to എവിടെയാണ് നമ്മൾ പോണത്? തലശ്ശേരി ശ്രീനാരായണ റെസ്റ്റോറൻറ്റ്. അവിടെ എന്താ കിട്ടുക? അവിടെ നല്ല ചോറ് കിട്ടും. ചോറ്. നല്ല ഫ്രൈ, ചിക്കൻ ഫ്രൈ കിട്ടും. അല്ല, ഫിഷ് ഫ്രൈ കിട്ടും. നല്ല പ്രോൺസ് ഫ്രൈ കിട്ടും. ഗൈസ് ബൈ. നാളെ വീണ്ടും ഒരു പുതിയ സർപ്രൈസുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഓക്കെ, ബൈ. തരാം. ശരി, ബൈ. ഓക്കെ ഗൈസ്, സോ ഞങ്ങൾ തിരിച്ച് സെയിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. ആൻഡ് എന്താ നിനക്കൊന്ന് പറയാല്ലേ? ആദ്യത്തെ ദിവസം കഴിഞ്ഞു. കംപ്ലീറ്റഡ്. സ്മോൾ അടി വരാൻ പോയി, പക്ഷേ മാനേജ് സംഭവം. അടി ഓർ പപ്പടം ഗൈസ്, പപ്പടം. എൻ്റെ ഹായ് ഗൈസ്, ഡേ 2 ഓഫ് സർപ്രൈസിങ് മൈ ഫ്രണ്ട്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ശ്രീലക്ഷ്മി നെടുമുടി എത്താൻ കുറച്ച് ലേറ്റ് ആവും. സോ നമ്മളിപ്പം എങ്ങോട്ടോ ലുലുവിലേക്ക് പോവാണ് to get some things. I don't know. And after that maybe നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടായിരിക്കും സർപ്രൈസ് ചെയ്യുന്നുണ്ടാവാം. ഗൈസ്, ഇതാണ് ദുബായ്. ഞാൻ ദുബായ് പകൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇന്നലെ ഫുള്ള് രാത്രി ഒരു ഓറഞ്ച് മയമായിരുന്നു. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ. ഞങ്ങളുടെ സർപ്രൈസിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം അങ്ങോട്ട് നടക്കുന്നില്ല. ശ്രീനെ സർപ്രൈസ് ചെയ്ത ആ ഒരു ഈസിനെസ്സിലോ ഒന്നും നടക്കൂല. നമ്മളെ ഡ്രൈവറിലൊരു ചേഞ്ച് ഉണ്ട്. നേരത്തെ ഹസ്ബൻഡ് ആയിരുന്നു, ഇപ്പൊ ബ്രദറാണ്.
ഓക്കെ സോ നമ്മളിപ്പോൾ ലാമിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ളത്. ലാം ഇപ്പോൾ ഇവിടെ ഇല്ല, പക്ഷെ ഞങ്ങൾ വിളിച്ച് വെറുപ്പിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ വരും എന്നാണ് വിചാരിക്കുന്നത്. വരാണെങ്കിൽ കാണാം. ഐ ഹോപ്പ് ഇതും ഒരു സർപ്രൈസ് ആണ്. ഇതും കൂടി ഷഹാനനെ എന്തായാലും നടക്കുമെന്ന് അറിയില്ല. ഷഹാന വളരെയധികം ദൂരത്താണ് ഗൈസ്. ഷഹാന ഇസ് ഇൻ ഒമാൻ. ആണോ ഗൈസ്? പെരുന്നാൾ രാവിനെ എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് സർപ്രൈസ് കൊടുക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. ആർക്കും ഒരു താല്പര്യമില്ല വരാൻ വേണ്ടിയിട്ട്, നിർബന്ധിച്ച് വരുത്തിക്കാണ്. താല്പര്യമില്ലാത്തത് ബിക്കോസ് പെരുന്നാൾ രാവായതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. എല്ലാവരും തിരക്കിലാണ്. പക്ഷെ നമുക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ, എന്നാലല്ലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. സെയിൻ എന്നെ ചെറുതായിട്ട് ചതിച്ചു, ഈ കാക്കൻ്റെ അടുത്ത് ഇട്ടിട്ട് പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, എല്ലാവർക്കും നമ്മൾ ഈക്വലായിട്ട് പണി കൊടുക്കാം. ഹായ് ഗൈസ്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ലാമീൻ്റെ അടുത്തേക്ക്. ഐ ഡോണ്ട് നോ ലൈക്ക് എവിടെയാണ് ഉള്ളതെന്ന്. ഒരുമാതിരി എല്ലായിടത്തും നടന്ന് സർപ്രൈസ് കൊടുത്തിട്ട് കുറച്ച് കോമഡി ആയിട്ടുണ്ട്. ബട്ട് ലാമിക്ക് എന്തോ തിരക്കിൻ്റെ ഇടയിലാണ് വിളിച്ച് വരുത്തിയത്. എന്റെ വൈറ്റ് ഡ്രസ് നിനക്ക് മനസ്സിലായില്ല നിഷിത? ഞാൻ ഓക്വേർഡായിട്ട് തോന്നിയില്ലേ നിനക്ക്? ഞാൻ അങ്ങനെ അത്ര ആലോചിച്ചില്ല. നീ കഷ്ടപ്പെട്ട് ഇവിടെ വന്നല്ലോ, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നത്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. സോ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള 3 സർപ്രൈസുകൾക്ക് ശേഷം 4ാമത്തെ ജിത്തു സർപ്രൈസ്. സിത്തുവിന്റെ ഭാര്യയായ ഞങ്ങളുടെ സുഹൃത്തായ ഷഹാനന് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകും. ഇനി ഷാനിന്റെ സർപ്രൈസും കൂടി സക്സസ് ആയി കഴിഞ്ഞാല് തുരുതുരാ ഡിന്നർ. ഗൈസ്, അപ്പൊ ഷാനി ഇവിടെ സിറ്റി സെന്ററിലാണുള്ളത്. സെയിനും ശ്രീയും പോയിട്ടുണ്ട്, ഞാനും എൻ്റെ ഇക്കാക്കയും പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ഇക്കാക്കക്ക് അങ്ങനെ വ്ളോഗിലൊന്നും വരാൻ താല്പര്യമില്ല. ദാറ്റ്സ് ഓക്കെ. ഈദ് മുബാറക് ഷാനി. എല്ലാവരും അങ്ങ് സർപ്രൈസ് ചെയ്തു.